മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ഹരിഹരൻ, ഇന്നിപ്പോൾ കെ ശൈലജ പറഞ്ഞിരിക്കുന്നത് ജിഷ്ണു കേസിൽ അതിൻ്റെ നടപടികൾ പോലീസ് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കേസിലെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള ഒരു ശുഭപര്യവസായിയായി കാര്യങ്ങൾ എത്താനിരിക്കുന്ന ഘട്ടത്തിൽ എന്തിനിങ്ങനെ ഒരു പ്രതികരണവുമായി മഹിജ വന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതാണോ? യഥാർത്ഥത്തിൽ സർക്കാരല്ലേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? ഈ കേസിൻ്റെ ആദ്യ ഘട്ടം മുതൽ തന്നെ വീഴ്ചയായിരുന്നു എന്നുള്ള കാര്യം എല്ലാ ഘട്ടത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, FIR-ൽ വീഴ്ച, ഇപ്പോഴും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുന്നുണ്ട്. ആകെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് പഴയന്നൂർ ASIക്കെതിരെ നടപടിയാണ്. അതും ജിഷ്ണു കേസുമായി ബന്ധപ്പെട്ടല്ല. ഷബീർ ഷൗക്കത്തിയുടെ കേസിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. വേറെ ഒരു നടപടിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഉണ്ടായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ, മന്ത്രിമാരൊക്കെ പറയുന്നത് പച്ച നുണയാണ്. ഒരൊറ്റ കാര്യം പറയാം, ഇവർ വലിയ കൊട്ടി കോഴിച്ച് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അവർ CP ഉദയഭാനുവിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചു. CP ഉദയഭാനു ആദ്യത്തെ ദിവസം കോടതി പോയപ്പോൾ മജിസ്ട്രേറ്ററോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ കേസിൻ്റെ ഫയലുകൾ DGP തന്നിട്ടില്ല. ഹൈക്കോടതിയിൽ ജഡ്ജി ചോദിച്ചു എന്തുകൊണ്ട് ഫയലുകൾ കിട്ടിയില്ല. ഫയലുകൾ കിട്ടാതെയാണ് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആദ്യ ദിവസം കോടതി പോകുന്നത്. സംഭവത്തിന്റെ 38ാം ദിവസമാണ് ഈ പ്രതികൾക്കെതിരെ കൃഷ്ണദാസ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുന്നത്. ഈ സത്യത്തിൽ കൃഷ്ണദാസ് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് കൃഷ്ണദാസ് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞു. അത് ഇപ്പോൾ മാത്രമല്ല, അത് നേരത്തെ ബോധ്യപ്പെട്ടതാണ്. ഈ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് ഫീസ് കുറയ്ക്കുന്ന പ്രശ്നം വന്നപ്പോൾ ചില മാനേജ്മെൻറ്റുകൾ ഫീസ് കുറയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇതേ ശൈലജ ടീച്ചർ അടക്കമുള്ളവരെ പിണറായി വിജയൻ ഇറക്കിവിട്ട സംഭവമുണ്ട്. അത് കൃഷ്ണദാസിൻ്റെ സ്വാധീനമാണ്. കൃഷ്ണദാസിനെ പോലുള്ള വലിയ സ്വാശ്രയ കോളേജ് മുതലാളിമാരുടെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. എന്തുകൊണ്ടാണ് ഷാജർ ഖാൻ ഈ കേസിൽ വന്നത്? ഷാജർ ഖാൻ വെറുതെ വന്നല്ല. ഷാജർ ഖാൻ പാമ്പാടി ഈ കോളേജിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളെ സംഘടിപ്പിച്ചു, അവിടെ സമരം സംഘടിപ്പിച്ചു. ഈ മെൽസ് കോളേജിൽ പോയി സമരം സംഘടിപ്പിച്ചു, മാളയിൽ മറ്റക്കര ടോംസ് കോളേജിൽ പോയി സമരം സംഘടിപ്പിച്ചു, ലോ അക്കാഡമിയിൽ സമരത്തെ സഹായിച്ചു. അതുകൊണ്ട് ഷാജർ ഖാനെ പിടിക്കുന്നത് വെറുതെ പിടിക്കുന്നതല്ല. ഷാജർ ഖാൻ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമരങ്ങളെ സഹായിക്കുന്നു. ഷാജഹാൻ എന്തിനാണ് പിടിക്കുന്നത്? ഷാജഹാൻ ഇവിടെ ലോ അക്കാഡമി സമരം നടക്കുമ്പോൾ ഷാജഹാൻ ആ കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്, പരസ്യമായി അവർക്ക് വേണ്ടി ചാനലുകളിൽ വന്ന് വാദിച്ചിട്ടുണ്ട്. ഷാജഹാൻ ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ കക്ഷി ചേരാൻ വേണ്ടി ഹൈക്കോടതി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഷാജഹാൻ ഭീകരവാദിയാണ്. ഈ പറയുന്ന മാന്യന്മാർ, ബിജു അടക്കമുള്ളവർ ഷാജഹാൻ ഈ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഒരു വിഷ്വൽ കാണിക്കട്ടെ. നാട്ടിൽ മുഴുവൻ CCTV ക്യാമറ ഉണ്ടല്ലോ, പോലീസിൻ്റെ ക്യാമറ ഉണ്ടല്ലോ, പോലീസിൻ്റെ ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ. ഷാജഹാൻ എവിടെയെങ്കിലും ഈ സമരത്തിൻ്റെ കൂടെ നിന്നതിൻ്റെ ഒരു വിഷ്വൽ കാണിച്ചാൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. വെല്ലുവിളിക്കുകയാണ് ഹരിഹരൻ. എന്ത് വെല്ലുവിളിക്കുന്നത്? അവർ UDF-ന് വേണ്ടി വല്ലാത്ത വാചകം അടിക്കുന്നവരെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ഉമ്മൻചാണ്ടി ഹരിഹരനും കൂടെ പോയാണല്ലോ. RMPക്കാർ പോയി സമരം ചെയ്തിട്ടാണല്ലോ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. ഷാജർ ഖാന്റെ സംഘടന SCC കേരളത്തിൽ അതെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? നിങ്ങൾ എങ്ങനെയാണ് കൃഷ്ണദാസിനെ സംരക്ഷിച്ചത്? സുപ്രീം കോടതി പോലും മുൻകൂർ ജാമ്യ ഹർജി എതിർക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് നിങ്ങൾ അയാളെ സഹായിച്ചു കൊടുത്തത്. നിങ്ങൾ എന്താണ് കൃഷ്ണദാസിനോട് ചെയ്തത്? നിങ്ങളുടെ മന്ത്രിയുടെ ഭാര്യ കൃഷ്ണദാസിന്റെ അവിടെ പേറോൾ കിടന്നയാളല്ലേ? നിങ്ങൾ എന്താ ചെയ്തത്? AK ബാലന്റെ ഭാര്യ കൃഷ്ണദാസിന്റെ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ ആയിരുന്നല്ലേ? നിങ്ങൾ എന്താ കൃഷ്ണദാസിനെ മിണ്ടാൻ നിങ്ങളുടെ നേതാക്കന്മാർ പോയാണ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ഹൈക്കോടതിയിൽ ഇത് മഹിജ നടത്തുന്ന സമരമാണ്, ശ്രീജിത്ത് നടത്തുന്ന സമരമാണ്. ഒരു കൃത്യമായ മറുപടി തന്നെയാണ് പറയുന്നത്. കൃഷ്ണദാസിന് ആദ്യത്തെ കേസിൽ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചു. ആ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് പോയിട്ടുണ്ട്. വേറൊരു കേസിൽ ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടുമ്പോൾ നിങ്ങളുടെ DGP മഞ്ചേരി ശ്രീധരൻ നായർ എന്താണ് വാദിച്ചത്? നിങ്ങളുടെ ഗവൺമെന്റ് DGP മഞ്ചേരി ശ്രീധരൻ നായർ ആർക്ക് വേണ്ടിയാണ് വാദിച്ചത്? ആർക്ക് വേണ്ടിയാണ് വാദിച്ചത്? കൃഷ്ണദാസിന് വേണ്ടിയാണ് വാദിച്ചത്. ജഡ്ജി ജാമ്യം കൊടുക്കുന്നത് നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇല്ല, നിങ്ങൾ പറയുന്ന കള്ളം. ഹൈക്കോടതിയിൽ മഞ്ചേരി ശ്രീധരൻ നായർ ഫയൽ വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് CP ഉദയഭാനു വാദിച്ചത്. അത് ഹൈക്കോടതി രേഖകളാണ്. നിങ്ങൾ വെറുതെ ആളുകളോട് വിഡിതം പറഞ്ഞിട്ട് കാര്യമില്ല. ബിജു, താങ്കൾ അടക്കമുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്, കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ഘട്ടത്തിൽ എന്തിനാണ് മഹിജ ഇങ്ങനെ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നതെന്ന് പോലീസ് നടപടികൾ ആദ്യം മുതൽക്കേ തന്നെ വീഴ്ചയല്ലേ? അന്വേഷണം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണ്. ശ്രീ P. ബിജു, എന്തടിസ്ഥാനത്തിലാണ് എല്ലാം അവസാനിക്കാറായി എന്ന് പറയുന്നത് മന്ത്രി?
എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ച ഉള്ളത് കൊണ്ടല്ലേ ഉന്നത ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷണം നടത്തിയത്? അത് സർക്കാരിന് സ്വയം ബോധ്യപ്പെട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നോ? നിങ്ങൾക്ക് ഒന്ന് കള്ളം പ്രചരിപ്പിക്കരുത്. സത്യം പറഞ്ഞോളൂ, അതിനിടയ്ക്ക് നടന്ന കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയരുത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വന്നു എന്നുള്ള പ്രചരണം വന്നു. ആ സമയത്താണ് ഗവൺമെന്റ് ഉന്നതതല അന്വേഷണം വെച്ചത്. ആ ഉന്നതതല അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ദിവസം വരെ ഒരാളും വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഇന്നിപ്പോൾ അവർ പറയുന്ന വേറെ കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ DGP ഓഫീസിൽ മുമ്പുണ്ടായ കാര്യങ്ങൾ എന്തിനുകൊണ്ട് കൊണ്ടുവരും. ശ്രീ പി ബിജു, ജിഷ്ണുവിന്റെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകളെ പറ്റി FIR-ൽ പരാമർശമില്ല. ഈ റിപ്പോർട്ടും പരിശോധന റിപ്പോർട്ട് വന്നിട്ടും കോളേജ് അധികൃതരുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം പോലും ചുമത്താൻ പറ്റില്ല. എങ്ങനെയുള്ള റിപ്പോർട്ടാണ് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്? അത് പ്രധാനമല്ലേ? ഞങ്ങളുടെ കോൺസേൺ ജിഷ്ണു പ്രണയുടെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, അവരെ പിടിക്കുക. കേരളത്തിൽ ഈ സ്വാശ്രയ മാനേജ്മെൻറ്റ് ഈ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരുടെ അടിവേരറുക്കുക. അല്ലാതെ RMPക്കാർ പറയുന്നത്, UDFകാർ പറയുന്നതും കോൺഗ്രസ്സുകാർ പറയുന്നതും ഷാജഹാൻ പറയുന്നതും കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ പറയുന്നതും ചെയ്യുകയല്ല ഞങ്ങളുടെ പണി. ശ്രീ PC വിഷ്ണുനാഥ്, ഇതിപ്പോൾ കൃഷ്ണദാസിന്റെ രാഷ്ട്രീയ ബന്ധം പറയുമ്പോൾ ആ രാഷ്ട്രീയ ബന്ധം കോൺഗ്രസുമായിട്ടാണ് കൂടുതലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനുകൂടി താങ്കൾ മറുപടി പറയേണ്ടതുണ്ട്. ഈ KP വിശ്വനാഥിന്റെ മകനോട് കീഴടങ്ങാൻ കോൺഗ്രസിന് ആവശ്യപ്പെടാമല്ലോ. ഈ സമരത്തിൽ പൂർണ്ണമായും മഹിജയ്ക്കൊപ്പമാണല്ലോ നിങ്ങൾ. അപ്പോൾ ആ ഒരു നടപടി കൂടി കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട്. കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു സർക്കാരല്ലല്ലോ കേരളം ഭരിക്കുന്നത്. പ്രതികളെ പിടിക്കുന്നതിനോ പിടിക്കാതിരിക്കാനോ സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ കോൺഗ്രസ് അല്ലല്ലോ കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൃഷ്ണദാസിനെ ഒരു കേസിൽ, അതും മറ്റൊരു കേസിലാണ്, ഒരു വിദ്യാർത്ഥിയെ തല്ലി എന്ന് പറഞ്ഞ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് പോലും എൻ്റെ സ്നേഹിതൻ ബിജു മനസ്സിലാക്കുന്നത് ഇതേ മഹിജ ഇതിനു മുമ്പ് ഒരിക്കൽ DGP ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിൻ്റെ തലേ ദിവസമാണ്. എന്നിട്ട് കോടതി കൊണ്ട് കൊടുത്തപ്പോൾ ആ ചാർജ് ഷീറ്റിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അയാൾക്ക് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ജാമ്യം കിട്ടിയത്. ഈ വീഴ്ചകളുടെ മഴ പെയ്തുകൊണ്ടിരിക്കുക കേരളത്തിൽ, എന്നിട്ടും അതിനെ ന്യായീകരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിലെ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള തമിഴ്നാട്ടിൽ പോയത് അല്ല, ഞാൻ പറഞ്ഞത് ആ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്ന അഭിഭാഷകർ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കട്ടെ. ഞാനൊരു അഭിഭാഷകൻ പോലും ഈ പാനലിൽ ഉണ്ടായതുകൊണ്ട് ഞാനൊരു നിയമജ്ഞനല്ല. ഞാൻ സാമാന്യമായി മനസ്സിലാക്കിയ കാര്യമാണ് പറഞ്ഞത്. അത് വസ്തുതയല്ല എങ്കിൽ താങ്കൾ ആ വസ്തുത തിരുത്തിക്കോ. ഈ പ്രിൻസിപ്പലിന് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ രക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടായത്? അയാൾ ഇവിടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. നിങ്ങളുടെ ഈ മഹത്തായ പോലീസ്, ലോകനാഥ് ബെഹ്റയുടെ പോലീസ് ഈ അന്വേഷണമെല്ലാം നടത്തുമ്പോൾ പ്രിൻസിപ്പൽ ഈ നാട്ടിലുണ്ടായിരുന്ന ആളാണല്ലോ. അയാൾക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതോ നാട്ടിലോ രക്ഷപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് ഇതേ പോലീസ് തന്നെയല്ലേ? ഇപ്പം ഞാനിവിടെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഈ ചർച്ച ശ്രീ ജയശങ്കറിനെ ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം ഭരണകൂട ഭീകരതയാണ്. ഇവിടെ ഗവൺമെൻറ്റിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകളെ അവസരം കിട്ടുന്ന ലോകത്തിൽ കള്ളക്കേസിൽ കുടുക്കി. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ബിജു പറഞ്ഞതെന്താ? ഞാൻ ബിജുവിനോടൊരു സ്നേഹത്തോടുകൂടി, എൻ്റെ സ്നേഹിതനാണ് ബിജു. നരേന്ദ്രമോദിയുടെ പോലീസ് നിരപരാധികളായ സാമൂഹ്യ പ്രവർത്തകർക്കെതിരെ കേസെടുത്താൽ ബിജുവിൻ്റെ പാർട്ടി ഇതേ അഭിപ്രായം പറയുമോ? ആ കേസെടുത്തത് മോഡിയല്ല, പോലീസാണ്. അവർ സുപ്രീം കോടതി പോയി തെളിയിക്കട്ടെ. നിങ്ങൾക്കെതിരെ ബൂമറാങ് ആകുന്ന ഒരു അഭിപ്രായമാണ് നിങ്ങൾ ഈ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞതെന്ന് എൻ്റെ സ്നേഹിതൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? വെറുതെ പോലീസിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഭാവിയിൽ അബദ്ധത്തിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ ഇത് ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ നടക്കുന്നത്. ഭരണകൂട ഭീകരതയാണോ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള പി ബിജുവിന്റെ മറുപടി പ്രതീക്ഷിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പി ബിജു, PC വിഷ്ണുനാഥിന്റെ മറുപടി പറയാം. ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ നടക്കുന്നത്. ഇനി ഗുജറാത്തിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്നതിന് മറുപടി. എന്തോന്ന് കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്? ചാനൽ വന്നിരുന്ന് CPM-നെയും ഗവൺമെൻറ്റിനെയും ചീത്ത വിളിക്കുന്ന ആൾക്കാർ ഒരു കേസിൻ്റെ ഭാഗമായി 3 ദിവസം ജയിലിലായപ്പോൾ നിങ്ങൾക്ക് ഭരണകൂട ഭീകരതയായി.
ഇവിടെ സെക്രട്ടറിയുടെ നടയിൽ കൂടി പ്രകടനം നടത്തിക്കൂടെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഞാൻ നടത്തിയാലും കേസെടുക്കും, ഇപ്പോഴും നടത്താറുണ്ട്, കേസെടുക്കാറുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണോ കേസെടുക്കുന്നത്? ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണോ കേസെടുക്കുന്നത്? സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. സമരം നടക്കുന്നിടത്ത് ചെന്ന് നിൽക്കുക മാത്രം ചെയ്തവരെയാണ് പിടിച്ചുകൊണ്ടായി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. എന്താണ് ഇതിനുള്ള മറുപടി ശ്രീ പി ബിജു? സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് നിങ്ങളല്ലല്ലോ പറയേണ്ടത്, അത് കോടതിയിലല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. അത് ഇവിടെയാണോ ചാനലിലാണോ ബോധ്യപ്പെടുത്തേണ്ടത്? ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിന് ഒരു മറുപടി തന്നാൽ മതി ശ്രീ പി ബിജു. എല്ലാം കോടതിയിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ താങ്കളിൽ നിന്ന് എന്ത് മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? ജാമ്യമില്ലാ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഭരിച്ചെടുത്തപ്പോൾ എത്ര 307 കേസാണ് ഞാൻ ഷാജഹാനെയും ഷാജിർ ഖാന്റെയും കാര്യം ചോദിക്കുമ്പോൾ കോൺഗ്രസ് കാര്യം പറയും, ബിജെപിയുടെ കാര്യം പറയും. നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിന് മറുപടി പറയും. അവരൊക്കെ മോശം, നിങ്ങളാണല്ലോ ശരി. അപ്പോൾ എന്താണ് ചെയ്തതെന്ന് പറയൂ, എന്തിനാണ് ചെയ്തതെന്ന് പറയൂ. അവിടെ ഗൂഢാലോചനയുടെ ഭാഗമായി എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം പോലീസ് കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളും. ഗൂഢാലോചന സർക്കാരിനെതിരെ എല്ലാ ചർച്ചകളിലും വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. അല്ല, ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കൊടുക്കില്ലല്ലോ. അത് കോടതിയിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുമല്ലോ. കോടതി കേസിലാർ പരിശോധിക്കുമല്ലോ, അവിടെ പരിശോധിക്കട്ടെ. എല്ലാം കോടതിയിൽ തീരുമാനിച്ചാൽ മതി. ഇനി CPM ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കില്ല, അങ്ങനെയാണോ? അതോ നാളെ വീണ്ടും പത്രപരസ്യം വരുമോ? അങ്ങനെയല്ല, പത്രപരസ്യം കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പരസ്യം കൊടുക്കും, പ്രകടനം നടത്തേണ്ട കാര്യം പ്രകടനം നടത്തും, പൊതുയോഗം നടത്തി പറയേണ്ട കാര്യങ്ങൾ പൊതുയോഗം നടത്തി പറയും. അതിനെല്ലാം ഇനിയും പത്രപരസ്യം പ്രതീക്ഷിക്കാം. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന PC വിഷ്ണുനാഥിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ താങ്കൾ? PC വിഷ്ണുനാഥ് പറഞ്ഞ മുമ്പ് ഞാനാണല്ലോ വാക്ക് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വിഷ്ണുനാഥ് ആവർത്തിക്കുകയാണ് ചെയ്തത്. ഞാൻ വിഷ്ണുനാഥിനെ മോശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഷാജഹാന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഭരണകൂട ഭീകരതയാണ്, എനിക്ക് യാതൊരു സംശയമില്ല. ഷാജഹാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബ് വെച്ച് തകർക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഷാജഹാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ബോംബ് വെച്ച് തകർക്കാൻ പോയതാണ് എന്നൊരു കേസ് പോലീസിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ ന്യായമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം DGP ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി പോയതാണ് എന്ന് പോലീസിന് കേസുണ്ടെങ്കിൽ ഗൂഢാലോചനയ്ക്ക് ന്യായമുണ്ട്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ന്യായമുണ്ട്. അതില്ലാത്തടത്തോളം കാലം അദ്ദേഹം സമരം കാണാൻ പോയതിന് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. മുന്നറിയിപ്പാണോ ഇപ്പോൾ ഷാജഹാനും ഷാജിർ ഖാനും എതിരെ എടുത്തിരിക്കുന്ന കേസ്? ഇനി ഈ തരത്തിൽ വരുന്നവർക്കുള്ള മുന്നറിയിപ്പാണോ? ഒരു സമരത്തിനും പിന്തുണ പ്രഖ്യാപിക്കരുത്, ഒന്നിന്റെയും പുറകെ പോകരുത്, സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കരുത്, അവർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണോ? ഒരിക്കലുമല്ല. ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് കൊണ്ട് ഏതെങ്കിലും പൊതുപ്രവർത്തകരെ ഭയപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഷാജഹാൻ ഇത് കേട്ടിട്ട് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഷാജഹാൻ നാളെ തൊട്ട് ഈ സർക്കാരിൻ്റെ സ്തുതി പാടുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഷാജിർ ഖാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്ന സ്മൃതിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാനറിയുന്ന ഷാജഹാൻ, എനിക്ക് ഷാജഹാനെ 40 കൊല്ലമായിട്ട് അറിയാം. ഞാനറിയുന്ന ഷാജഹാൻ ഒരു കാരണവശാലും പിന്തിരിയില്ല എന്ന് മാത്രമല്ല, മുമ്പത്തേക്കാൾ ശക്തമായിട്ട്, മുമ്പത്തേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഈ സർക്കാരിനെ ഏത് സർക്കാരിനെയും വിമർശിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഷാജഹാൻ. ശ്രീ എസ് ഹരിഹരൻ, നമുക്ക് അവസാനിപ്പിക്കാം. താങ്കൾക്ക് കൂടി പറയാനുള്ളത് ഭരണകൂട ഭീകരതയാണ് എന്നതിനുള്ള പ്രതികരണം. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് DGP ഓഫീസിന് മുമ്പിൽ നടന്ന സംഭവത്തിൽ ഷാജഹാനെയും ഷാജിർ ഖാനെയും ഒക്കെ ഉൾപ്പെടുത്തിയത് ഒരു കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ്. അത് പിണറായി വിജയനും ലോക്നാഥ് ബെഹ്റയും മനോജ് എബ്രഹാമും ഉൾപ്പെടുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അവിടെ ഒരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന നടത്തിയത് ഈ ഗവൺമെൻറ്റാണ്, പോലീസാണ്. എന്നിട്ട് ബിജുവിനെ പോലുള്ള ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് സമരത്തിന് വരുന്നത്? നാട്ടിലുള്ളവർക്ക് സമരത്തിന് പോകണമെങ്കിൽ CPMൻ്റെ ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള സ്ഥിതി ഉണ്ടോ? സാമൂഹ്യ പ്രവർത്തകർക്ക് പ്രശ്നങ്ങൾ ഇടപെടണമെങ്കിൽ CPMൻ്റെ പിന്തുണ വേണോ? ആരെങ്കിലും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടാണോ AKG പണ്ട് അവിടെ അമരാവതി പോയിട്ട് സമരം ചെയ്തത്? CPMനോടും CPIയോടും അന്നത്തെ നേതാക്കളോട് പാർട്ടി നേതാക്കളോട് ചോദിക്കാതെയാണ് AKG സമരത്തിന് പോയത്. അതിൻ്റെ പേരിൽ AKGക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ CPM നേതാക്കളോ CPI നേതാക്കളോ ചോദിച്ചിട്ടില്ല നിങ്ങളവിടെ ബന്ധുക്കൾ അവരുടെ സമരത്തിന് പോയതാണോ, അവർ ക്ഷണിച്ചിട്ട് പോയതാണോ? ശ്രീമതി പാർവതി, വളരെ ചുരുക്കി താങ്കൾക്ക് കൂടി ഇനി ഈ പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഭയക്കുന്നുണ്ടോ? അതെ, ഭയം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ. ഭയക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ നേരിനൊപ്പം അല്ലേ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ബോധ്യമുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയപരമായി ആരെങ്കിലും താഴെ ഇടാനോ ഒന്നുമല്ല. അതൊക്കെ ഒരു ഭീകരമായ ഭയം ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളാണ്. ആകെ പറയുന്നത് ഒരു പാവം സ്ത്രീയാണ്, SFIക്കാരനായ ചെറുക്കനാണ്. അവനെ സ്വാശ്രയ കോളേജിൽ നടന്നിട്ടുള്ള അക്രമത്തിനെതിരെ ഫൈറ്റ് ചെയ്ത കുട്ടിയാണ്. അവൻ മരിച്ചുപോയി. അത് അന്വേഷിക്കണം, അവർക്ക് നീതി കൊടുക്കണമെന്ന് മാത്രമാണ്. അതിനെ ഇത്ര വലിയൊരു വിഷയമാക്കി കേരളത്തിൽ മാറ്റുന്നത് അതിന്റെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു
എന്താ പറയാ ഈ കേസിനെ വളച്ചൊടിച്ചതിനെ കുറിച്ച് ആലോചിച്ച് ആശങ്കയുണ്ട്. നമ്മുടെ സമയം അവസാനിക്കാൻ വളരെ വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.